PV അൻവറിന് മുന്നിൽ വാതിൽ അടയ്ക്കാതെ മുസ്ലിം ലീഗ്. അൻവർ ഒരു ഫാക്ടറാണെന്ന് ബോധ്യപ്പെട്ടു. UDFന്റെ അടിത്തറ വിലയിരുത്തണമെന്നും സമാന ചിന്താഗതിയുള്ളവരെ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നും ET മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് ആ വാതിൽ അടച്ചിട്ടത് UDF തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ടേയുള്ളൂ. ഇപ്പോൾ ETയുടെ വ്യത്യസ്ത പ്രതികരണം എന്താണ് ET പറയുന്നത്? PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ തന്നെ ET മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. വിശേഷം വടക്കൻ കേരളത്തിലെ വിവിധയിടങ്ങളിൽ PV അൻവറിന് വലിയ സ്വാധീനമുണ്ട്. ആ ഒരു സ്വാധീനം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDFന് ഗുണം ചെയ്യുമെന്നുള്ളതായിരുന്നു ഇവർ നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 20,000-നടുത്ത് ആ വോട്ട് അൻവർ പിടിച്ചൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു തുറന്ന പ്രതികരണമായി മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളെ കണ്ട സമയത്താണ് പറഞ്ഞിരിക്കുന്നത് അൻവർ ഒരു ഫാക്ടറാണെന്ന ബോധ്യം ഈ തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടായിട്ടുള്ളത്. അതായത് 20,000 വോട്ട് അൻവർ പിടിച്ചത് അദ്ദേഹത്തെ ചില്ലറക്കാരനായി കാണാൻ സാധിക്കില്ല എന്നൊരു നിലപാടിലേക്ക് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. UDFന്റെ അടിത്തറ ഈ ഒരു ഘട്ടത്തിൽ വിപുലീകരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമാന ചിന്താഗതിക്കാരെ ഉൾപ്പെടുത്തേണ്ടതുൾപ്പെടെ ചർച്ച ചെയ്യണമെന്നുള്ളതാണ് ET മുഹമ്മദ് ബഷീർ പറഞ്ഞു വെക്കുന്നത്. നേരത്തെ തന്നെ PV അൻവറിനെ മുന്നണിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല പ്രതികരണങ്ങൾ ഈ പറയപ്പെടുന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. വിശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു വന്ന രംഗത്ത് വന്നൊരു നേതാവെന്ന നിലയിൽ PV അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്നത് വലിയ ഗുണം ചെയ്യുമെന്നുള്ളതായിരുന്നു ഇവരൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഒരു ഭാഗത്തെ VD സതീശൻ ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ കടുത്ത നിലപാട് സ്വീകരിച്ചതായിരുന്നു ആ ഒരു നീക്കത്തിന് തിരിച്ചടിയായത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വലിയൊരു വോട്ട് കൂടി അൻവർ നേടിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു പ്രതികരണവുമായി മുസ്ലിം ലീഗിന്റെ നേതാക്കളും രംഗത്ത് വരുന്നത്. അതോടൊപ്പം തന്നെ PV അൻവർ ഈ വോട്ട് നേടിയ മേഖലകൾ പരിശോധിക്കുമ്പോൾ നിലമ്പൂരിലെ തന്നെ അത് മുസ്ലിം ലീഗ് ഭൂരിപക്ഷ മേഖലയാണ്, മുസ്ലിം ലീഗിന് മേധാവിത്വമുള്ള മേഖലയാണ്. അപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അൻവർ സ്വതന്ത്രമായ അൻവറിന്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഈ പറയപ്പെടുന്ന മേഖലയിൽ മത്സരിപ്പിക്കുകയാണെങ്കിൽ അത് ലീഗിന് തിരിച്ചടിയാകുമെന്ന ഒരു വിലയിരുത്തലും ഒരു ഭാഗത്തെ ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ നടത്തുന്നുണ്ട്. അതൊക്കെ തന്നെ മുന്നിൽ കണ്ടിട്ടാകാം ഇത്തരം ഒരു പ്രതികരണം ET നടത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. മുന്നണി വിപുലീകരണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സമാന ചിന്താഗതിക്കാരെ പരിഗണിക്കണം. അക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുമെന്ന് ET പറയുമ്പോൾ ലീഗിലെ എല്ലാ നേതാക്കൾക്കും ഒരേ സ്വരമാണ് എന്നാണ് നമ്മളിപ്പോൾ കരുതേണ്ടത്. ഇപ്പോൾ അൻവർ വേണ്ട എന്നൊരു പ്രതികരണം നിലവിൽ ഒരു ലീഗ് നേതാക്കളും നടത്തിയത് നമുക്ക് അറിവില്ല. ഇക്കാര്യത്തിൽ ലീഗ് ഒറ്റക്കെട്ടായി അൻവർ വേണമെന്ന തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ആലോചനകളിലേക്ക് പോവുകയാണോ? മുസ്ലിം ലീഗിലെ ബഹുഭൂരിപക്ഷം നേതാക്കളും അൻവറിനെ കൂട്ടണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അത്തരമൊരു നിലപാട് തന്നെയാണ് ലീഗിലെ ബഹുഭൂരിപക്ഷം നേതാക്കൾക്കുമുള്ളത്. ET മുഹമ്മദ് ബഷീറൊക്കെ തന്നെ നേരത്തെ തന്നെ സമാനമായിട്ടുള്ള വിഷയം പറഞ്ഞിരുന്നു. വിശേഷം പോലീസിനെതിരെ വലിയ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് വിമർശനം ഉന്നയിച്ച് മുന്നോട്ട് വന്നൊരു നേതാവെന്ന നിലയിൽ അൻവറിനെ കൂട്ടുന്നതിന് ഗുണം ചെയ്യും. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് ഗുണം ചെയ്യും. താഴെത്തട്ടിൽ ഇടതു സർക്കാരിനെ എതിരെയുള്ള ജനവികാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അൻവറിനെ ഒരു സിമ്പിളായൊക്കെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നാൽ PK കുഞ്ഞാലിക്കുട്ടി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടത്തിയ പരാമർശമായിരുന്നു ലീഗിനെ ഉൾപ്പെടെ ചൊടിപ്പിച്ചിരുന്നത്. അദ്ദേഹം ആ ഒരു പരാമർശം പിൻവലിക്കട്ടെ എന്നുള്ളതായിരുന്നു ആ ഒരു ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിരുന്നത്. പക്ഷേ PV അൻവർ അതിന് തയ്യാറായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് പിന്നാലെ വലിയ ഒരു വോട്ട് PV അൻവർ പിടിച്ചൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു പുനരാലോചനയിലേക്ക് മുസ്ലിം ലീഗും ഇക്കാര്യത്തിൽ കടന്നിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി, സാദിഖലി തങ്ങളെ പോലെയുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് ലീഗിലെ മറ്റൊരു പ്രബല വിഭാഗം കൂടിയായിട്ടുള്ള ET മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കൾ ഒരു താല്പര്യം ഇപ്പോൾ PV അൻവറിനോട് പ്രകടിപ്പിക്കുന്നത്. വിശേഷം അൻവർ ലീഗ് കോട്ടകളിൽ നിന്നും വോട്ട് നേടിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അൻവറിനെ കൂടെ നിർത്തിയാൽ അത് ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ ഈ ഒരു നേതാക്കൾ നടത്തുന്നത്. ലീഗ് നേതൃത്വത്തെ തന്നെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് വരാൻ പോകുന്ന UDF നേതൃയോഗത്തിലും ഇക്കാര്യം ഉന്നയിച്ചേക്കും. ഒരു ഭാഗത്ത് VD സതീശൻ ഇപ്പോഴും കടുത്ത നിലപാടിൽ തന്നെ PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുടരുകയാണ്. ആ വിഷയം ക്ലോസ് ചെയ്തതാണ് എന്നുള്ളതാണ് VD സതീശൻ ഇന്നും മാധ്യമങ്ങൾ കണ്ട സമയത്ത് പറഞ്ഞത്. ഞങ്ങളെ എതിർത്ത ആളുകളെ ഇനി കൂടെ ചേർക്കേണ്ട കാര്യമില്ല, അവസരവാദ രാഷ്ട്രീയം പറയുന്ന ആളുകളെ കൂടെ ചേർക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ തന്നെ VD സതീശൻ കഴിഞ്ഞ ദിവസങ്ങളിലും ആവർത്തിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും UDF നേതൃത്വം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കാണേണ്ടത്. ഇതിനുശേഷം മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കളിൽ വലിയൊരു വിഭാഗത്തിനും അൻവറിനോട് അത്രയധികം എതിർപ്പില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കുഞ്ഞാലിക്കുട്ടി ഒന്നും തന്നെ നേരത്തെ ചർച്ച നടന്ന ഘട്ടത്തിലൊന്നും തന്നെ അൻവറിനെ തള്ളി പറഞ്ഞിരുന്നില്ല.
താല്പര്യപ്പെടുന്നില്ല, ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെയൊക്കെ തന്നെ ചേർത്ത് നിർത്തും എന്നുള്ളതായിരുന്നു കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും പറഞ്ഞിരുന്നത്. KC വേണുഗോപാലും ആ ഒരു ഘട്ടത്തിൽ ആ ഒരു അഭിപ്രായം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെതിരെ PV അൻവർ പറഞ്ഞ പ്രസ്താവനകൾ പിന്നീട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെതിരെ തുടർച്ചയായി നടത്തിയ വാർത്താ സമ്മേളനങ്ങളൊക്കെ ഒക്കെ തന്നെയായിരുന്നു UDF നേതൃത്വത്തെയും കോൺഗ്രസ് നേതാക്കളെയൊക്കെ തന്നെ ചൊടിപ്പിച്ചിരുന്നത്. ഇപ്പോൾ VD സതീശൻ സമാനമായിട്ടുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിലെ ഒരു ഭാഗം നേതാക്കൾ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ എന്ത് നിലപാടായിരിക്കും ഇവർ സ്വീകരിക്കുക എന്നുള്ളതാണ് കാണേണ്ടത്. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. PV അൻവറിന്റെ മുന്നിലെ വാതിൽ അടച്ചു തന്നെയാണ് എന്ന ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നിടത്താണ് അൻവറിനെ കൂട്ടേണ്ടതുണ്ട് എന്നുള്ള പ്രതികരണം ET മുഹമ്മദ് ബഷീർ നടത്തുന്നത്.